വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. പൈനാപ്പിളും പച്ചമാങ്ങയും പച്ചമുളകും ഒക്കെ കൂട്ടിച്ചേർത്ത് എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രിങ്കാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ആദ്യം വേണ്ടത് ഒരു പൈനാപ്പിളാണ്. വലിയ പൈനാപ്പിൾ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, ചെറിയ പൈനാപ്പിൾ ആണെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമാങ്ങ, 2 പച്ചമുളക്. അപ്പോൾ ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഷുഗർ ഇല്ലാതെ കുടിക്കുമ്പോഴാണ് 100% ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുള്ളൊരു ജ്യൂസാണെന്ന് വിചാരിക്കരുത് കേട്ടോ. പച്ചമുളകിൻ്റെയും പച്ചമാങ്ങയുടെയും ആ പുളിയും പൈനാപ്പിളിൻ്റെ മധുരവും ആ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ പുളിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് ഇനി ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. 2 പ്രാവശ്യം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം മാങ്ങയുടെയും പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു തരിതരിപ്പ് ഈ ഒരു ഡ്രിങ്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ വെച്ച് നിങ്ങൾ ഇതുപോലെ ഈ ഒരു കോമ്പിനേഷനിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.